നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവിട്ടം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം പൊതുവെ ഗുണകരമല്ലാത്ത കാലഘട്ടമാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമായുമൊക്കെ കലഹം ഉണ്ടാകാം. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാവുന്നതാണ്. വരുമാനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് ചെറിയ യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായി കലഹിക്കാതെ രമ്യതയിൽ പോകുവാൻ ശ്രമിക്കേണ്ടതുമാണ്. പണം മുതൽ മുടക്കി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. മാതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനാൽ മാനസിക വിഷമതകൾ ഉണ്ടാകാം. ചെറിയ അപകടങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടാകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അനുമോദനങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ പുണ്യപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരായ സ്ത്രീകൾക്ക് അത്ര നല്ല സമയമല്ല. സന്താനങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നതുമാണ്. പുതുതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകുന്നതാണ്. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ചെയ്യും. ദോഷപരിഹാരത്തിനായി അവിട്ടം നക്ഷത്രജാതർ ഈ മാസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് പാൽപ്പായസം നേരുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഏറ്റവും ദോഷകരമായ സമയമാണ്. അവർ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ചതയം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം വ്യാഴം മാതൃസ്ഥാനത്തും ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി വ്യാഴം 5-ലും നിൽക്കുന്നതിനാൽ ദൈവാധീനം, ധനലാഭം, സന്താനഗുണം, ഭാഗ്യാനുഭവങ്ങൾ ഇവയൊക്കെ അനുഭവത്തിൽ വരാവുന്നതാണ്. സുഹൃത്തുക്കളെ കൊണ്ടുള്ള സഹായവും ലഭ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിലുള്ള അലസത മാറ്റിയെടുക്കേണ്ടതുമാണ്. ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. വിവാഹ തടസ്സം, ധനതടസ്സം ഒക്കെ മാറിക്കിട്ടുവാൻ ദൈവീക പരിഹാരം തേടേണ്ടതാണിവർ. ഉദ്യോഗത്തിലും കർമ്മസ്ഥാനത്തും ഇവർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങളും അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്ത് ഉയരണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിച്ചാലും അവർക്ക് നഷ്ടവും പേരുദോഷവുമായിരിക്കും ഫലം. ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി ഈ മാസം മെച്ചപ്പെട്ടതായിരിക്കും.
രോഗദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം ആയിരിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ്. ഈ നക്ഷത്രജാതരായ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ്. അവർക്ക് മത്സര പരീക്ഷകളിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അവർക്ക് മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കുന്നതുമാണ്. വരവും ചെലവും ഒരുപോലെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് അവരുടെ ബിസിനസ്സിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാകുകയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുകയും അത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ചതയം നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമായിരിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമായിരിക്കും. ചെലവ് കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. പൊതുപ്രവർത്തകരായ സ്ത്രീകൾക്കും ജനസമ്മതി നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ്. ഇപ്പോൾ ശനിദശാകാലം അനുഭവിക്കുന്നവർ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും വേണം. ചതയം നക്ഷത്രജാതർ ദോഷപരിഹാരത്തിനായി ഈ മാസം ഗണപതി ഹോമം നടത്തുകയും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് വിളക്ക്, മാല എന്നിവ സമർപ്പിക്കുകയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യ ഭഗവാന് ഭാഗ്യസൂക്താർച്ചന കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.